ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പൾസർ 220യുടെ ആക്സിഡൻറ്റിന് ശേഷം ഒന്ന് റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയുടെ പാർട്ട് 1 ആണ്. സോ ഓൾറെഡി നമ്മുടെ ബൈക്കിൻ്റെ പാർട്സുകളൊക്കെ ഡാമേജായി പാർട്സുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചെറിയ റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ്. ഈ ഒരു ബാർ ആൻഡ് വെയിറ്റൊക്കെ ക്രാഷ് ആയതാണ്. സോ അതൊരു പെയിൻ്റ് അടിച്ച് ലെവൽ ചെയ്ത് ഇപ്പോൾ ഒന്ന് കാർബൺ ഫൈബർ റാപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് രണ്ട് വശത്തും. പിന്നെന്താ, ഞാൻ ഈ ഒരു ടെയിൽ പീസ് താൽക്കാലത്തേക്ക് ചുമ്മാ ഒന്ന് റാപ്പ് ചെയ്തതാണ്. ഓൾറെഡി നമ്മൾ കുറേ പുതിയ പാർട്സുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ടാങ്ക് പെയിൻ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ടാങ്കൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ബാക്കി ഫ്രണ്ട് ഫെയറിങ് ഈ ടെയിൽ പീസ് നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്രാഷ് ഗാർഡ് രണ്ട് സൈഡിലത്തെയും മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വയറിങ് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട് മഡ് ഗാർഡും സൈഡ് കിറ്റും നമുക്ക് പുതിയ മോഡൽ ബ്ലാക്ക് കളറിലോട്ട് മാറ്റണം. സോ അത് ബ്ലാക്കുമായിട്ട് ഈ റെഡ് എങ്ങനെ കോമ്പിനേഷൻ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിതിപ്പം റിമൂവ് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. സോ അത് ഒന്നുകിൽ പുതിയ ടൈപ്പ് ബ്ലാക്ക് മഡ് ഗാർഡ് വാങ്ങിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കുക. അതാണ് എൻ്റെ ഒരു പ്ലാന്. അത് ഈ ഒരു ടാങ്കും ഫെയറിങ്ങും ടെയിൽ പീസും എല്ലാം പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ അത് കൺഫേം ചെയ്യത്തുള്ളൂ. എങ്ങനെ ഫ്രണ്ട് റെഡ് മഡ് ഗാർഡ് ബ്ലാക്കുമായിട്ട് മാച്ച് ആവുമെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ബ്ലാക്കിലേക്ക് മാറ്റാം. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. അതുപോലെ ഇതിലെന്തൊക്കെ വേറെ വർക്കുകളുണ്ടെന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മളിതൊരു ഫുൾ വീഡിയോ ഒന്നുമല്ല, ഇതിൻ്റെ ഒരു 2-3 പാർട്ടായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വരുന്നത്. സോ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഇത് കാലപ്പഴക്കം കൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇവിടെ ഒരു ക്രാക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് മോഡൽ ഹെഡ്ലൈറ്റിന് നമുക്ക് ഇതിനകത്ത് ഒരു റിഫ്ലക്ടറിൻ്റെ മുൻപിലായിട്ടൊരു ബ്ലോക്ക് ഓഫ് വരുന്നില്ല ലൈറ്റിൽ. സോ അത് ഡയറക്റ്റ് ഹീറ്റായി ഇത് ക്രാക്കാകും ഗ്ലാസ്. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ LED സെറ്റപ്പിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് അകത്ത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ എൻ്റെ ഒരു സെക്കൻഡറി ലൈറ്റ് കൂടി ഇരിപ്പുണ്ട്. സോ അതിൻ്റെ ഗ്ലാസ് മാറി സ്റ്റോക്ക് സെറ്റപ്പിലോട്ട് മാറ്റിയെടുക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേ പണികളുണ്ട്. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് ഫെയറിംഗ് സ്റ്റേ ഇതൊക്കെ പെയിൻറ്റ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. മീറ്ററിൻ്റെ ഒക്കെ ഇത് ഫുൾ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പാനലൊക്കെ ഉണ്ട്, അതൊക്കെ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ ചെയ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ വയറിങ്ങും ക്ലിയറിങ്ങും ഒക്കെ ഉണ്ട്. കുറച്ച് ലൂപ്പിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. സോ വയറിംഗ് കിറ്റ് മാറാൻ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഉദ്ദേശിക്കുന്നില്ല. ഇതിന് ചെറിയ വേറൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഹെഡ്ലൈറ്റ് ഹൈ ബീം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹൈ ബീം ബ്ലിങ്ക് ആകുന്നു. സോ അത് ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് BCU യൂണിറ്റ് നമുക്ക് ഫസ്റ്റ് മോഡൽ 220 BS3 മോഡലുകൾക്കേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡാമേജ് കൊണ്ട് ഈ ഒരു സ്വിച്ചിൻ്റെ ഡാമേജ് കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. സോ അത് രണ്ടും പെട്ടെന്ന് എനിക്ക് അവൈലബിൾ ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു വർക്ക് ഞാൻ തൽക്കാലത്തേക്ക് പെൻഡിങ് വെച്ചിരിക്കുകയാണ്. സോ അതും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തേക്ക് കംപ്ലീറ്റ് ചെയ്ത് ബാക്കി എന്തെങ്കിലും ചെറിയ എൻജിൻ സൈഡ് വർക്കുകളെല്ലാം ഷോറൂമിൽ കൊടുത്ത് അപ്പോൾ സൈലൻസറും ഇതുമെല്ലാം ഒന്നുകൂടെ വീണ്ടും ഒരു ബ്ലാക്കിലേക്ക് മാറ്റാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. സോ അതൊക്കെ ഒരു ടൈം എടുക്കുന്ന പണിയാണ്. സോ ഇവിടെ ഒരു ഡെൻ്റുണ്ട്. ഈ ഒരു PC ഞാൻ ചോദിച്ചപ്പോൾ ഷോറൂമിൽ അവൈലബിൾ അല്ല. ഒന്നുകിൽ നമുക്ക് ലെവൽ ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ച് റീപ്ലേസ് ചെയ്യാം. പിന്നെ അതുപോലെ ഈ ഒരു നമ്മുടെ ഗിയർ ലിവർ ഇവിടെ ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറാൻ പറ്റുമോ അതോ ലെവൽ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ബാക്കി ചെയിൻസോ ഫോർക്കോ ഒന്നും ബെൻഡും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ ഓടിച്ച് തന്നെയാണ് ആക്സിഡൻറ്റ് സ്ഥലത്തുനിന്ന് വണ്ടി വീട്ടിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ബ്രേക്കിങ്ങും ക്ലച്ചിൻ്റെ സൈഡും എല്ലാം ഓക്കെയാണ്. പിന്നെ ഓൾറെഡി നമ്മുടെ ഈ ഒരു റൈറ്റും ലെഫ്റ്റും ഹാൻഡിൽ ട്യൂബ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ വീഴ്ചയിൽ. സോ ഹാൻഡിലാണ് ഡയറക്റ്റ് ഇമ്പാക്റ്റ് വന്ന് നേരെ ഈ ഒരു ട്യൂബ് വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ക്ലാമ്പുകൾക്കോ ഫിറ്റിങ്സിനോ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അതൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കണം, ബ്ലാക്കിലോട്ട് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇതാണ് പ്ലാൻ. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് ഞാൻ കാണിച്ചത്. ഒരു ബ്ലാക്ക് ഫെയറിങ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൾസർ 220 റെഡ് ബ്ലാക്ക് 2022-23 മോഡലിലൊക്കെ വരുന്ന ഒരു സ്റ്റിക്കർ കിറ്റുണ്ട്. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിറർ ആക്സിഡൻ്റ് ആയിട്ടും വലിയ ഡാമേജൊന്നും വരില്ല. ഒന്ന് റാപ്പ് ചെയ്തെടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഫ്രണ്ട് ഇൻഡിക്കേറ്റർ KTM സൈഡിലോട്ട് മാറ്റുകയാണ്. ഓൾറെഡി അത് പോലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഫിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഡാമേജ് ആയിട്ടുണ്ട്. സോ അപ്പോൾ തൽക്കാലം ഫ്രണ്ടിലാണ് പുതിയ വെക്കുന്നത്. പിന്നെ സീറ്റ് മാറിയിട്ടില്ല. സീറ്റ് പുതിയ ഒരു കവർ സ്റ്റിച്ച് ചെയ്തെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് സൈഡ് കവർ.
ഇതൊരു കാർബൺ ഫൈബർ ഡിപ്പ് വരുന്ന ടൈപ്പിൽ 20+ മോഡലുകളിൽ വരുന്ന ആ ഒരു ടൈപ്പിലേക്ക് മാറ്റാമെന്ന് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് ഇത് മാച്ച് എന്ന് നോക്കിയിട്ട് അതിലോട്ട് പോകുന്നു. അതോ ഇത് പെയിൻറ്റ് ചെയ്യണോ എന്ന് തീരുമാനിച്ചിട്ടില്ല, ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. ഇത് ടെയിൽ പീസ് പുതിയതാണ്. അതുപോലെ തന്നെ ഡിസ്കവറിൻ്റെ ആ ഒരു ഹൈ ടൈപ്പ് ഗ്രാബ് റെയിൽ, പിന്നെ ഇത് നമ്മുടെ ഹെഡ്ലൈറ്റ് കവറിലാണ്. ഹെഡ്ലൈറ്റിൻ്റെ കവർ സെറ്റ് ചെയ്യണം. പിന്നെന്താ ഒരു ബ്ലാക്ക് പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് മെഷ്, പിന്നെ അതിൻ്റെ ബോൾട്ടുകൾ, അങ്ങനെയുള്ള കുറേ ചൈൽഡ് പാർട്ടുകളാണ്. ഇതൊക്കെ മെഷാണ്. റൈറ്റിലൊക്കെ മെഷും കാര്യങ്ങളൊക്കെയാണ്. എയർ ഫിൽറ്റർ, ഫ്രണ്ടിലൊക്കെ ആ ഒരു ഫെയറിങ് മെഷ്. അപ്പോൾ ഇതുപോലെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സുകളും വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം റാപ്പ് ചെയ്യാൻ കാർബൺ ഫൈബർ ഷീറ്റുണ്ട്. ഈ ഒരു ടെയിൽ പീസ് അഴിച്ചെടുത്തപ്പോൾ ലൈറ്റിൻ്റെ ഒരു പോർഷൻ പൊട്ടിപ്പോയി. ഇത്രയും പഴയതായതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഇവിടുത്തെ ഒരു കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ആ ഒരു സ്റ്റേ മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം കാലപ്പഴക്കം കൊണ്ട് പൊട്ടിപ്പോയി. ഇതാണ് റിമൂവ് ചെയ്ത ടെയിൽ പീസ്. അപ്പം ഈ ഒരു ടെയിൽ പീസ് കൂടെ പുതിയത് ഓർഡർ ചെയ്തിട്ട് വേണം നമുക്ക് പിടിപ്പിക്കാൻ. പഴയത് ഫിറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല അത്ര ഭംഗിയാകുമെന്ന്. അപ്പോൾ അതുകൂടെ പുതുതായിട്ട് ഓർഡർ ചെയ്യണം. വീണ്ടും വണ്ടി ഇറങ്ങാൻ താമസിക്കും. ഓൺലൈനിലാണെങ്കിൽ എന്താണെങ്കിലും ഒരു 1 വീക്ക് എടുക്കും. ഷോപ്പിൽ പോയി നോക്കാം നമുക്ക് ഇത് അവൈലബിൾ ആണോ അല്ലയോ എന്ന്. ഇനി സൺഡേ ആണ്, ഇപ്പം നെക്സ്റ്റ് ഒരു വർക്കിംഗ് ഡേ പോയി നോക്കാം. അപ്പോൾ അതുവരെ ടെയിൽ പീസിൻ്റെ പരിപാടികളൊന്നും നടക്കത്തില്ല. നമ്മളതിൻ്റെ ഒരു റിയർ സീറ്റ് ലോക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. റിയർ സീറ്റ് ലോക്ക് മാറ്റി സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ പലതും നോക്കി യൂട്യൂബിൽ, അതിലൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കാണാൻ പറ്റുന്നുണ്ടാവും ചെറിയൊരു ലോക്ക് പോലെ. ഇത് നമ്മൾ പ്രസ് ചെയ്ത് മുകളിലോട്ട് മാറ്റിയിട്ട് വേണം റിമൂവ് ചെയ്യാൻ. ഫസ്റ്റ് ഇത് പഴയത് കട്ട് ചെയ്തതിന് ശേഷം ഇത് വലിച്ച് മാറ്റിയിട്ട് ഇത് പ്രസ് ചെയ്ത് മേലോട്ട് മാറ്റിയിട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത്. അതിന് ശേഷം ഈ ഒരു കേബിൾ മേലോട്ട് കയറ്റി ഇട്ടിട്ട് ഇത് താഴോട്ട് ഇറക്കി ലോക്ക് ചെയ്താൽ മതി. അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് തോന്നും ചെയ്ത് പരിചയമില്ലാത്ത ഒരാൾക്ക്. അപ്പോൾ അതും സെപ്പറേറ്റായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാര്യം ചെയ്തപ്പോൾ ശരിക്കും ഞാൻ കുറച്ച് നേരം പെട്ടുപോയായിരുന്നു ആ ഒരു വർക്കിൽ. അപ്പോൾ അതും മാറിയിട്ടുണ്ട് റിയർ സീറ്റിലൊക്കെ. ഇപ്പം പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. ഫ്രണ്ടാണെങ്കിലും ഓക്കെയാണ്. ഹെഡ്ലൈറ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് ഇളക്കാനുള്ള ശ്രമത്തിലാണ്. അത്യാവശ്യം നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. കുറച്ച് ഡേഞ്ചറാണ് ഈ പണി ചെയ്യുന്നതും. കാര്യം സ്ക്രൂ ഡ്രൈവറൊക്കെ ഇട്ട് ഇത് അകത്തുമ്പോൾ സ്ലിപ്പായി കയ്യിലൊന്നും കാലയിലൊന്നും കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഭയങ്കര ഡേഞ്ചറാണ്. ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ഇത് ചെയ്യും. നമ്മുടെ പഴയ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് ഊരുന്ന പരിപാടി ഞാൻ നിർത്തി. അത് ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയുക അഴിഞ്ഞു വരാൻ പറ്റാത്ത രീതിയിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇരുന്ന ഹെഡ്ലൈറ്റിൽ തന്നെ ഗ്ലാസ് ഊരി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് നമുക്ക് മാറ്റി പിടിപ്പിക്കാം. ഇതാണ് നമ്മുടെ പഴയ ഗ്ലാസ്. അപ്പോൾ ഇതിൻ്റെ ഈ അകത്തുള്ള ഒരു കവറ് നമുക്ക് അഴിച്ച് പുതിയ ഗ്ലാസ്സിലേക്ക് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഇത് ഈ ഒരു സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്യുക. ഇവിടെ നിന്ന് ഞാൻ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ ഗ്ലാസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പിടിപ്പിച്ചാൽ മതി. ഇത് ബോണ്ട് ചെയ്ത് പിടിപ്പിക്കണം. അത്രയും കൂടെ ഉള്ള പണി. അപ്പോൾ നമ്മൾ ഫെയറിങ് ഫിക്സ് ചെയ്തു, ടെയിൽ കവർ ഫിക്സ് ചെയ്തു, അതുപോലെ തന്നെ ഗ്രാബ് റെയിൽ ഫിക്സ് ചെയ്തു. ഇവിടെ ഒരു ബോൾട്ട് കൂടെ ഫിക്സ് ആകാനുണ്ട്. ഇച്ചിരി എന്തോ പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ ടാങ്ക് നമുക്ക് പെയിൻ്റ് അടിച്ച് കിട്ടും. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ടാങ്ക് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ അത് നാളത്തേക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും പോയി നാളെ കളക്ട് ചെയ്യണം. പിന്നെ മിറർ ഫിക്സ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ താഴെ വരുന്ന ബോൾട്ടും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണം. എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റോക്കായിട്ട് ഇല്ല, പുതിയത് വാങ്ങണം. പിന്നെ ഈ ഒരു വൈസറിന് വലിയ പൊട്ടലോ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്തിരി പഴക്കമായിട്ടുണ്ട്. ചിലപ്പോൾ അതുകൂടെ മാറും. ഈ ഒരു ബ്ലാക്ക് റെഡ് കോംബോ ഒരു രസമുള്ളതായിട്ട് തോന്നുന്നുണ്ടല്ലേ. ചിലപ്പോൾ നമുക്ക് ഈ ഒരു മഡ് ഗാർഡ് തന്നെ ഇതിൽ കണ്ടിന്യൂ ചെയ്യാം. ബാക്കി സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളെല്ലാം ടാങ്ക് കിട്ടി
സൈഡ് കവറിൻ്റെ കാര്യം പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്.